റെൻറ്റിന് കൊടുത്തല്ല. എൻ്റെ വണ്ടി എടുത്ത് മുഹമ്മദ് ജബ്ബാർ എനിക്ക് ഗൂഗിൾ പേ ഉണ്ടോ നോക്ക്. മുഹമ്മദ് ജബ്ബാർ വണ്ടി എടുത്തിട്ട് പറഞ്ഞിട്ട് എൻ്റെ ഞങ്ങളുടെ ഫോൺ ഓഫാകാറായി, ഉടനെ മൊബൈൽ ഓഫാകും, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കൈ ക്യാഷായിട്ടില്ല, ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ വായ്പ തയ്ക്കാം, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് ഇപ്പോഴാണ് ഈ 10-12 ചാർജ് മൊബൈലുള്ളൂ, പെട്ടെന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെയാണ് പൈസ നോട്ട് കൊടുത്താൽ പറഞ്ഞ് ഞാൻ തപ്പിയെടുത്ത് 2-5 നോട്ട് എടുത്ത് കൊടുത്തു. അവിടുത്തോട്ട് ഈ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട് ഇപ്പോൾ ഓഫായി പോയിക്കാൻ പറഞ്ഞ് മൊബൈൽ കൊണ്ടുപോയി. അല്ല എത്ര പേര് എൻ്റെ ക്യാഷ് മേടിക്കും, എനിക്ക് എത്ര അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്ത് തന്നിരിക്കും. ഇവിടെ മീൻ മേടിക്കാൻ പോലും ചെറ്റ് വന്നിട്ട് പറയും ചില്ലറയില്ല, ഒരു 50 രൂപ 100 രൂപ എന്ന് പറഞ്ഞ് മേടിച്ചാൽ ഗൂഗിൾ പേ ചെയ്ത് തരും. ഇല്ല, ഗൂഗിൾ പേ ചെയ്താലാണ് അവർക്ക് അറിയേണ്ടത്. അതറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്, മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഫോട്ടോണ്ട്. അല്ല റെൻറ്റ് കൊടുത്തെന്ന് വെച്ചാൽ റെൻറ്റ് കൊടുത്തിട്ടില്ല. 1000 രൂപ 10000 രൂപ മേടിച്ചെന്ന് പറഞ്ഞു റെൻ്റ് ആവുമോ? ഏതാ ഇല്ല, ആര് പറഞ്ഞു ഈ അടുത്ത് ഞാൻ റെൻറ്റ് കൊടുക്കുന്നു? അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുമായിരുന്നു, ഇപ്പോഴല്ല. ആ പേര് ഇപ്പോഴും എനിക്കുണ്ട്, റെൻറ്റ് കൊടുത്തെന്നുള്ള പേര്. എനിക്ക് വണ്ടി കച്ചവടം. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് റെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞ് ഇപ്പോഴും റെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. ഒരു വണ്ടി ഒരുത്തം കൊണ്ടുപോയിട്ട് പൊളിക്കാൻ കൊണ്ടുപോയി, അതോടുകൂടി റെൻ്റെ പരിപാടി നിർത്തി. ഇല്ല, മേടിച്ചു ചെയ്തെന്ന് പറയാമല്ലോ. അത് ലൈസൻസിൻ്റെ ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് വണ്ടി കൊടുത്തു വിട്ടത്. ആ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് ഇവർ മരിക്കുന്നതെന്നോ ആക്സിഡൻറ്റ് എങ്ങനെയാണെന്നോ ഞാൻ അറിയുന്നില്ല. 10 മണിയായപ്പോൾ അവൻ്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് എടാ അവൻ്റെ ലൈസൻസ് ഞാൻ കണ്ടു, പക്ഷേ എൻ്റെ തെളിവായിട്ടൊന്നുമില്ല, നീ ലൈസൻസ് ഉള്ള ഒരാൾക്കാണ് വണ്ടി കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് തെളിവ് വേണ്ടേ? ലൈസൻസിൻ്റെ ഫോട്ടോ ഒരെണ്ണം ഇട്ട് തരാൻ പറഞ്ഞു, ഇട്ട് മേടിച്ചു. അത് തെറ്റാണ് ഞാൻ ചെയ്തത്. ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അതും ശരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് റെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആൾക്കാർ പരാതി വന്നിട്ടുണ്ട്, വണ്ടി പൊളിക്കാൻ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്, കേസ് കൊണ്ട് കിടപ്പുണ്ട്. അതിലൊന്നും ഞാൻ ഇത് തെറ്റ് പറയുന്നില്ല. അതുകൊണ്ടല്ലേ നിർത്തിക്കളഞ്ഞത്, അതുകൊണ്ടല്ലേ ഈ പരിപാടി നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിയത്. അല്ലെങ്കിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. എൻ്റെ വീട്ടിൽ CCTV കൊണ്ട് ഞാൻ കാണിച്ചു തന്നെ. ഒരു കാര്യം ചെയ്യും, 2 ദിവസം മുമ്പുള്ള CCTV കൊണ്ട് വെക്കാൻ പറയും എൻ്റെ വീട്ടിൽ. പിന്നെ എല്ലാവരും ഞാനങ്ങനെ ബോധിപ്പിക്കാനാണ്. പിന്നെ ഞാൻ 1000 രൂപ പൈസ മേടിച്ചിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. എടുത്ത് എൻ്റെ സഹോദരനെ കണക്ക് വന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കാൻ 1000 രൂപ അയക്കാം, നമുക്ക് ഫുഡ് കഴിക്കാനും പുറത്തോട്ട് പോകാനും വേറെ ക്യാഷ് ആയിട്ടില്ല, അക്കൗണ്ടിലാണ് കിടക്കുന്നത്, ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഓഫായി പോകുന്നു. പോലീസ് ചോദിച്ചാൽ റെൻറ്റ് കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ റെൻറ്റ് മേടിച്ചിട്ടില്ല. അല്ലാതെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഗൂഗിൾ പേ ചെയ്യണം, ഈ വന്ന RTO പോലും ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞേക്ക്, അവർ ഇന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് ഗൂഗിൾ പേയുടെ കാര്യം മിണ്ടിയിട്ടില്ല. എടുത്ത് ഞാൻ ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. എൻ്റെ മൊബൈലിൽ ഗൂഗിൾ പേയുടെ ഇത് കൊണ്ടുപോയി. അല്ല എനിക്കൊന്നും അറിയില്ല. അതെ, 1000 രൂപ എനിക്ക് തന്നു. അത് ശരി, 1000 രൂപ തന്നു. ആ റെൻ്റല്ലേ, എൻ്റെ മേടിച്ച കാശിന് അവർ മേടിച്ചത് മുഹമ്മദ് ജബ്ബാർ. അവൻ 1000 രൂപ എൻ്റെ മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു പൈസ ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അതെ. അല്ലല്ല, മുഹമ്മദ് ജബ്ബാറിൻ്റെ ചേട്ടൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. അവനെ ഫോണിക്കൂടെയുള്ള പരിചയമുള്ളൂ. അതെ, അങ്ങനെ കൊടുത്തതാണ്. ആ ശരി, ഓക്കെ.